യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പരെ വരുന്ന നാളെന്തു മനോഹരം അമ്പ യെരൂശലേം തന്മണവാളനു വേണ്ടി അലങ്കരിച്ച് തന്മണവാളനു വേണ്ടി അലങ്കരിച്ചുള്ളൊരു മണവാട്ടി തന്നെ ഈ കന്യക ഉള്ളൊരു മണവാട്ടി തന്നെ ഈ കന്യക രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ രസമെഴും സംഗീതങ്ങൾ ഇവളുടെ കാതുകളിൽ സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും സുഖമരുളിടും ഗീതം സ്വയം ഇവൾ പാടിടും അമ്പ യെരൂശലേം നല്ല പ്രവർത്തികൾ ആയുള്ള ചേലയെ നല്ല പ്രവർത്തികൾ ആയുള്ള ചേലയെ മന്നാമിഴി ധരിക്കും കൊണ്ടഭിരാമമായി മന്നാമിഴി ധരിക്കും കൊണ്ടഭിരാമമായി കനകവും മുത്തും രക്തം ഇവളണിയില്ലെങ്കിലും കനകവും മുത്തും രക്തം ഇവളണിയില്ലെങ്കിലും സുമുഖിയാം ഇവൾ കണ്ഠം ബഹുരമണീയമാം സുമുഖിയാം ഇവൾ കണ്ഠം ബഹുരമണീയമാം അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പ യെരൂശലേം അമ്പരിൻ കാഴ്ചയിൽ അമ്പരെ വരുന്ന നാൾ എന്തു മനോഹരം അമ്പരെ വരുന്ന നാൾ എന്തു മനോഹരം അമ്പ യെരൂശലേം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തീക്കനൽ എന്ന ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം തമ്പുരാൻ ധാരാളമായ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിലെ ശബ്ദം യോഹന്നാൻ സ്നാപകൻ്റെ ശബ്ദമാണ്. സഖറിയാ പുരോഹിതനും എലിസബത്തിനും പരിശുദ്ധാത്മാവിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യേശു കർത്താവിന് മുമ്പായി വഴിയൊരുക്കുവാൻ വന്നവനാണ് യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുമ്പോൾ വളരെ ഭയത്തോടും വിറയലോടും കൂടെ മാത്രമേ പറയുവാൻ പോലും സാധിക്കുകയുള്ളൂ. യേശു കർത്താവ് യോഹന്നാൻ സ്നാപകനാണോ എന്ന് ഹെരോദാവ് ഒരിക്കൽ ഭയപ്പെട്ടു. യേശു കർത്താവിൻ്റെ ശുശ്രൂഷകൾ യെരുശലേമിൽ വർദ്ധിച്ചപ്പോൾ ഇവനാണോ യോഹന്നാൻ സ്നാപകൻ എന്നൊരു സംശയം തോന്നി. ആ സംശയം തോന്നിയപ്പോൾ അവൻ പറഞ്ഞത്, ഹെരോദാ രാജാവ് കേട്ടിട്ട് യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഏലിയാവാകുന്നെന്ന് മറ്റു ചിലർ പറഞ്ഞു.
മറ്റിരുന്നത് അവൻ പ്രവാചകന്മാരിൽ ഒരുത്തിനെ പോലെ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞു. അത് ഹെരോദാവ് കേട്ടാറെ ഞാൻ തല വെട്ടിച്ച യോഹന്നാനാകുന്നു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പറഞ്ഞു. ദൈവസന്നിധിയിൽ ഈ ഹെരോദാ രാജാവിന് യോഹന്നാൻ സ്നാപകനെ വലിയ ഇഷ്ടമായിരുന്നു, ഭയമായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ അതിനകത്ത് വശംവദനായി യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടേണ്ടതായി വന്നു. ഈ തല പോകുന്ന ശബ്ദമാണ് മരുഭൂമിയിലെ ശബ്ദം. തല പോകുന്ന അനുഭവമാണ് മരുഭൂമിയിലെ ശബ്ദം. ഇന്ന് ഇതുപോലെ യോഹന്നാൻ സ്നാപകനെ പോലെ ദൈവവചനം പ്രഘോഷിക്കുവാൻ, മരുഭൂമിയിലെ ശബ്ദമാകുവാൻ ആളില്ല എന്നുള്ളതാണ് പ്രത്യേകത. എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. വഴിയോരങ്ങളിൽ ചില ആളുകൾ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നു. ധാരാളം പേരെ ഇപ്പോൾ കാണുന്നുണ്ട്. അങ്ങനെ ഓപ്പൺ എയറുകൾ കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, പരസ്യ ശുശ്രൂഷകൾ കുറഞ്ഞു വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ പരസ്യമായി ദൈവവചനം പറയുന്ന അനേക ശുശ്രൂഷകർ ഇന്നുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ്റെ റോളിൽ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ കാട്ടുതേനും ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിയതുപോലെ ഈ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസ്തനായിരിക്കാൻ യോഹന്നാൻ സ്നാപകന് സാധിച്ചു. യോഹന്നാൻ സ്നാപകനെപ്പറ്റി കർത്താവ് പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനല്ലോ. അപ്പോൾ ഈ ദൈവരാജ്യത്തിൽ ഉന്നതമായ സ്ഥാനം യോഹന്നാൻ സ്നാപകന് ലഭിച്ചു. അതുകൊണ്ട് ഈ മരുഭൂമിയുടെ ശബ്ദമായി മാറുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്കൊന്ന് ഉണരാൻ സാധിക്കുമോ? മറ്റുള്ളവരെ വിമർശിക്കുവാനും മറ്റുള്ളവരെ തകർക്കുവാനുമല്ല, തെറ്റുകളെ തിരുത്തി മുൻപോട്ട് കൊണ്ടുപോകുവാൻ, ഒരു വലിയ കൂട്ടായ്മയുടെ ബന്ധം സ്ഥാപിക്കുവാൻ, ഈ കാലഘട്ടത്തിനനുസരണമായി ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ട് ദൈവവചന പ്രഘോഷണത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, പല ബാരിയറുകൾ കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവ ശുശ്രൂഷകൾ പിശാച് ബാരിയേഴ്സ് ഉപയോഗിച്ച് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ആ ബാരിയേഴ്സിനെ തകർക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മൾക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാൻ സാധിക്കുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ ഓടിയിരുന്നിടത്ത സ്ഥലം കുലുങ്ങിയതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണിത്. കാരണം ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും വർദ്ധിച്ചു വരും. അനേക സത്യസന്ധരായിട്ടുള്ള മിഷണറിമാർ, ധാരാളം നല്ല കാര്യം ചെയ്യുന്നവർ ഇന്ന് അവരുടെ പല ഭീഷണികളെയും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ അതിനെ അതിജീവിക്കുവാൻ നമ്മൾക്ക് തയ്യാറാകുന്നുവെങ്കിൽ മാത്രമേ ഇതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കുവാനുള്ളത്, ഒരു പ്രാർത്ഥനാ വിഷയമായി, സമർപ്പണ വിഷയമായി ധാരാളം യുവതീയുവാക്കൾ മുൻപോട്ട് വരണം. ഈ സഭയെ ഈ കാലഘട്ടത്തിൽ നയിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ. ഇന്ന് ഭാരതത്തിൽ, കേരളത്തിൽ യുവതീയുവാക്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അവരുടെ ഉപജീവനാർത്ഥം അവർ പലായനം ചെയ്യുമ്പോൾ അവർക്ക് അവിടെ ലഭിക്കുന്ന വേതനവും അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ അവർക്ക് അതുമായിട്ട് ഒത്തുപോരാൻ സാധ്യമാകാത്തതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ഒരു മനുഷ്യ സമ്പത്ത് ഭാരതത്തിന് നഷ്ടപ്പെടുകയാണ്. അതെല്ലാ മേഖലകളിലുമുണ്ട്, എല്ലാ മേഖലകളിലും ആ സമ്പത്ത് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സമ്പത്ത് ഒരു കാലത്ത് അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അതുവരെ കഠിനാധ്വാനം ചെയ്തിരുന്നു. എന്നാൽ അവർക്കൊരു കാര്യം ചെയ്യാം, അവർ ചെല്ലുന്ന സ്ഥലത്ത്, അവരേത് രാജ്യത്തിൽ ചെന്നാലും അവിടെ അവർക്ക്
ആ യേശുവിനെ ഉയർത്താൻ സാധിക്കും. യേശു കർത്താവിനെ ഉയർത്തുന്നവരായി തീരാൻ സാധിക്കണം. യേശു കർത്താവിനെ ഉയർത്തി അതിലേക്ക് അനേകരെ, ഇന്ന് പല ക്രിസ്ത്യൻ രാജ്യങ്ങളെന്ന് നമ്മൾ വിവക്ഷിക്കുന്ന രാജ്യങ്ങളിൽ പോലും ആ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ ദൃഢത കുറയുന്നതായി കാണുന്നു. ആ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ദൃഢത കുറയുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ മധ്യത്തിൽ അനേക ദൈവമക്കളുണ്ട്. ആത്മാവിൽ ആരാധിച്ച്, ദൈവത്തിൽ ശരണപ്പെട്ട്, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ നിൽക്കുന്നവർ. ഭൗമിക കാര്യങ്ങൾക്ക് ഭൗമികമായിട്ടുള്ള പല ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ കുറയുന്നു. ഭൗതിക സൗകര്യങ്ങളെല്ലാം, ഇന്നത്തെ സൗകര്യങ്ങളൊക്കെ നമ്മൾക്കൊരു നെസസിറ്റിയായി വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇതൊന്നും ഒരു ലക്ഷറി അല്ല, ഒരാവശ്യമായ കാലഘട്ടത്തിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ അതിനെ സ്വീകരിക്കുവാനുള്ള നെട്ടോട്ടത്തിൽ ആണ് മനുഷ്യൻ. അവിടെ കർത്താവിൻ്റെ മരുഭൂമിയിലെ ശബ്ദം ഉയർത്തുവാൻ നമ്മൾക്ക് സാധിക്കണം. മരുഭൂമിയിലെ ശബ്ദമുയർത്തുമ്പോൾ ഹെരോദാവിന് പോലും ഭയം വരും. അവിടെ യോഹന്നാൻ നീതിയും വിശുദ്ധിയുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവൻ്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോകുന്നു. ഹെരോദ രാജാവിന് അവന് സാധിക്കാൻ, ഹെരോദ് രാജാവ് അഫ്രെയ്ഡ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഹെരോദ രാജാവിന് യോഹന്നാനെ ഭയമായിരുന്നു. കാരണം അവൻ്റെ സ്വഭാവവിശേഷമാണ് അവനെ ഭയപ്പെടുത്തിയത്. നമ്മളിലുള്ള സ്വഭാവം കൃത്യമാണെങ്കിൽ നമ്മളെ രാജാക്കന്മാർ ഭയക്കും. യോഹന്നാൻ സ്നാപകൻ്റെ ആ ജീവിതചര്യ ഞാനും നിങ്ങളും പാലിച്ചു പോകുവാൻ സാധിക്കുന്നെങ്കിൽ നമ്മളെ രാജാക്കന്മാർ, മറ്റുള്ളവർ ഭയക്കാനല്ല, രാജ്യത്തിൻ്റെ മുൻപിൽ നമ്മുടെ സുവിശേഷം വിലമതിക്കണമെങ്കിൽ, രാജ്യത്തിൻ്റെ മുൻപിൽ നമ്മുടെ ശുശ്രൂഷ വിലമതിക്കണമെങ്കിൽ ശുശ്രൂഷയിൽ വെല്ലുവിളികളുണ്ട്. മദർ തെരേസയുടെ ശുശ്രൂഷയ്ക്ക് ധാരാളം വെല്ലുവിളികളുണ്ടായിരുന്നു. അനേക വിശുദ്ധന്മാർ നമ്മുടെ രാജ്യത്ത് വന്ന് വെല്ലുവിളികളെ അതിജീവിച്ചാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത്. ഗ്രഹാം സ്റ്റെയിൻസ്, തിമത്തി ഫിലിപ്പ് 2 മക്കളെ ജീപ്പിലിട്ട് ചുട്ടുകരിച്ച സംഭവം നമ്മൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് സുവിശേഷം അവിടെ നിന്നോ. ഇന്ന് ആ പ്രദേശത്ത് ധാരാളം മിഷൻ ഫീൽഡുകളും ധാരാളം മിഷണറിമാരുമുണ്ട്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ്റെ ആ രീതിയിൽ നമ്മളുടെ ശുശ്രൂഷ മാറ്റുവാൻ സാധിച്ചാൽ, മരുഭൂമിയിലെ ശബ്ദമാക്കി മാറ്റുവാൻ സാധിച്ചാൽ, അവിടെ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെട്ടു. റൈച്ചസ്നെസ് ആൻഡ് ഹോളിനെസ്, നീതിയും വിശുദ്ധിയും വിശുദ്ധ യോഹന്നാൻ്റെ കൈമുതലായിരുന്നു. ആ നീതിപൂർവം കാര്യങ്ങൾ ചെയ്യുകയും വിശുദ്ധമായി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന യോഹന്നാൻ സ്നാപകൻ ആരെയും ഭയമില്ലായിരുന്നു. അതുകൊണ്ടാണ് വളരെ കൃത്യമായി രാജാവിനോട് തൻ്റെ ചെയ്തികളെപ്പറ്റി കൃത്യമായി വിമർശിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഹെരോദ രാജാവിന് യോഹന്നാൻ സ്നാപകനോട് ഭയമുണ്ടായിരുന്നുകൊണ്ട് അവനെ കാത്തുകൊണ്ടു. അവൻ്റെ വചനം കേട്ടപ്പോൾ കലങ്ങി സന്തോഷത്തോടെ കേട്ടുപോന്നു. അവൻ്റെ വചനം കേട്ടുപോന്നു. അവൻ്റെ വചനം കേട്ട് ഹെരോദ രാജാവിന് സന്തോഷമായിരുന്നു. നമ്മൾ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ സമൂഹത്തിൻ്റെ നേതാക്കന്മാർ അതിനെ അംഗീകരിക്കണം. അതിനെ അംഗീകരിക്കുവാൻ സാധിക്കണം. അതിനെ അംഗീകരിക്കുന്നത് നമ്മുടെ പ്രവർത്തന ശൈലിയിലൂടെയാണ്. ഇത് വെറുമൊരു സാധാരണ ജോലിയായി ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത് വളരെ ത്യാഗത്തോടുകൂടി, വളരെ സമർപ്പണത്തോടുകൂടി ചെയ്യുമ്പോൾ
ദൈവമാണ് ഇത് സാഹചര്യങ്ങൾ തരുന്നത്. യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിൽ വന്നത് ദൈവത്തിൻ്റെ നിയോഗപ്രകാരമാണ്. സക്കറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും വിശ്വസ്തതയ്ക്ക് ദൈവം നൽകിയ അംഗീകാരമാണ് ഒരു യോഹന്നാൻ സ്നാപകൻ. ആ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കുപോലെ ഇവിടെ സംഭവിച്ച വലിയൊരു പ്രയാസം, ഒരു സ്ത്രീയുടെ വാക്കിൻ്റെ മുൻപിൽ ഹെരോദാവ് പതറിപ്പോയി. ചെയ്ത പ്രോമിസ് പാലിച്ചേ പറ്റൂ. ഇഷ്ടം കൊണ്ട് ചെയ്തതല്ല, എന്നാലത് പാലിച്ചേ പറ്റൂ. അനുദിന ജീവിതത്തിൽ നമ്മളുടെ എൻ്റർടൈൻമെൻറ്റുകൾ നമ്മളെ നാശത്തിൽ കൊണ്ടെത്തിക്കും. എൻ്റർടൈൻമെൻറ്റുകളുടെ അവസാനം അത് നാശമായി മാത്രമേ വരികയുള്ളൂ. ജഡികമായ സന്തോഷങ്ങൾ, സാധാരണമായിട്ടുള്ള സന്തോഷങ്ങൾ, താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങൾ അത് നാശത്തിൻ്റെ വക്കിൽ ചെന്നെത്തിക്കും. ജഡീയമായ സന്തോഷങ്ങൾ, നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന സന്തോഷങ്ങൾ, മദ്യപാനം, മറ്റ് കാര്യങ്ങൾ, എന്തിന് മറ്റുള്ളവരെ ദോഷപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്നത്, സ്നേഹമില്ലാത്ത എല്ലാം അതിലൂടെ എൻജോയ് ചെയ്ത് നമ്മൾ മുൻപോട്ട് പോയാൽ അത് നാശത്തിൽ ചെന്ന് അവസാനിക്കും. അവിടെ നാശത്തിൽ ചെന്ന് അവസാനിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ചെയ്തു പറഞ്ഞു, അത് വളരെ ദുഃഖത്തിൽ ചെന്ന് അവസാനിച്ചു. ലോകത്തെ സന്തോഷിപ്പിക്കുവാൻ ഹെരോദ രാജാവ് യോഹന്നാൻ സ്നാപകൻ്റെ തല കൊയ്തെടുത്തു, ലോകത്തെ സന്തോഷിപ്പിക്കുവാൻ. അതുകൊണ്ട് മരുഭൂമിയിലെ ശബ്ദമായി മാറുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സംഭവിക്കും. യഥാർത്ഥമായിട്ടുള്ള ശിഷ്യഗണങ്ങൾക്ക്, വളർന്ന് പന്തലിക്കുന്ന ശിഷ്യഗണങ്ങൾക്ക് ഈ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അതിനെ അതിജീവിച്ച് മുന്നേറുവാൻ നമ്മളെ വാക്കുകൊണ്ട് വ്രണപ്പെടുത്തുന്നവർ കാണും, പലതരത്തിൽ നമ്മളെ വ്രണപ്പെടുത്തുന്നവർ കാണും. അവരുടെ മധ്യത്തിൽ നിലനിൽക്കുന്ന ശബ്ദമായി മാറാൻ സാധിക്കുമ്പോൾ ഇന്നും ഇത് മാറ്റൊലികൊള്ളുന്ന ഒരനുഭവമായി തീരുവാൻ, ഒരു ഡിസിപ്ലിനായി തീരുവാൻ നമ്മൾക്ക് സാധിക്കണം. ഒരു തീരുമാനത്തിലെത്തി ദൈവികമായ ശക്തി പ്രാപിച്ച് അനേകരെ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരുവാൻ, അനേകരെ ദൈവിക ആലോചനയിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമായി തീരുന്ന ഒരനുഭവം ഉണ്ടാകണം. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോകം മുൻപോട്ട് പോകുമ്പോൾ, ഈ പ്രത്യേകമായിട്ടുള്ള അനുഭവത്തിൽ ലോകം മുൻപോട്ട് പോകുമ്പോൾ ഏതിനെയും ഭയപ്പെടാതെ, ഏത് വെല്ലുവിളികളെയും അതിജീവിച്ച്, ഏത് പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കണം. നിങ്ങളെ അലട്ടുന്ന പല കാര്യങ്ങൾ കാണും. നിങ്ങളൊരു നന്മ ചെയ്തിട്ട് അത് തിന്മയായി പറയുന്നവർ കാണും. നിങ്ങളെ ആരും നോക്കാനില്ല എന്നുള്ള ചിന്ത കാണും. നിങ്ങളെ ആരും ഗവനിക്കാനില്ല എന്നുള്ള ചിന്ത കാണും. നിങ്ങളെ ആരും ആശ്വസിപ്പിക്കാനില്ല എന്നുള്ളൊരു ചിന്ത കാണും. അങ്ങനെ പലതരത്തിലുള്ള ഭാരങ്ങൾ നമ്മളെ വരും. നമ്മളെ ഒറ്റപ്പെട്ട തുരുത്തുകളായി കഴിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരുമായിട്ട് ബന്ധപ്പെട്ടോ എവിടെങ്കിലും ബന്ധം വന്നാൽ അത് പ്രയാസമായി വരുന്നു, അത് പ്രതികൂലമായി വരുന്നു. അതുകൊണ്ട് ആരുമായും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് സാധ്യമല്ല. എല്ലാവരുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ഓരോ വ്യക്തി ജീവിതങ്ങളോട്, അവരുടെ കാര്യങ്ങളിൽ, പ്രയാസങ്ങളിൽ അവരോട് പങ്കുചേരുന്ന ദൈവരാജ്യം, അവരോട് ചേർന്നിരിക്കുന്ന ദൈവരാജ്യം, അതാണ് സാക്ഷാൽ യോഹന്നാൻ സ്നാപകൻ്റെ മരുഭൂമിയിലെ ശബ്ദം. ആ മരുഭൂമിയിലെ ശബ്ദമായി മാറുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെയുള്ള പ്രതികൂലങ്ങൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, എന്നാൽ ദൈവരാജ്യം ഉറപ്പാണ്, സ്വർഗരാജ്യം ഉറപ്പാണ്. ഏത് പ്രതിസന്ധികളിലും പതറാതെ തളരാതെ നിൽക്കാൻ സാധിക്കണം. ആ ധൈര്യം ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ധാരാളം ആളുകൾ അവർക്ക് ദൈവത്തെക്കാൾ അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും അവരെ ഊട്ടി വളർത്തി അവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ തിരികെ ലഭിക്കുന്ന അനേക ഭവനങ്ങളുണ്ട്. മാതാപിതാക്കൾ അവരുടെ ശത്രുക്കളായി മാറുന്ന അനേക ഭവനങ്ങൾ. എത്രയോ കഷ്ടപ്പെട്ടും ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും വേദന കൊണ്ടും
വളർത്തിയെടുക്കുന്ന മാതാപിതാക്കൾക്ക് മുൻപിൽ അവർക്ക് മക്കൾക്ക് സമാധാനം കൊടുക്കാൻ സാധിക്കുന്നില്ലാത്ത അവസരങ്ങളുണ്ട്. ഒരിക്കലും ഒരു മാതാപിതാക്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. സഹോദരീ സഹോദരങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്. ആ കുടുംബ ബന്ധത്തിൽ തന്നെ എത്രയോ ജ്യേഷ്ഠ സഹോദരങ്ങൾ അല്ലെങ്കിൽ എത്രയോ ജ്യേഷ്ഠത്തിമാർ സഹോദരികൾ തൻ്റെ താഴെയുള്ളവരെ പോറ്റിപ്പുലർത്തുവാൻ വളരെ ത്യാഗം സഹിച്ച് വളരെ കഷ്ടം സഹിച്ച് കൊണ്ടുവരുന്നവരുണ്ട്. എന്നാൽ അത് വളർന്നു വരുമ്പോൾ പലപ്പോഴും മറന്നു പോകുന്നു. മാതാപിതാക്കൾ കഷ്ടം സഹിച്ചവരെ നോക്കുവാൻ ആളില്ലാതെ, അവരൊക്കെ ഒരു കെയർ ടേക്കർ ഇല്ലാതെ മാനസികമായി ഭാരപ്പെടുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അവരുടെ ഉപജീവനത്തിനായി അവർ മറ്റ് രാജ്യങ്ങളിലായിരിക്കാം, ആ ഭാരപ്പെടുന്നുണ്ട്. ഇവിടെയെല്ലാം ഇവിടെയുള്ള ദൈവമക്കൾക്ക് യോഹന്നാൻ സ്നാപകൻ്റെ റോളുണ്ട്. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുവാൻ, പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലാകുവാൻ, മനസ്സിലായില്ലെങ്കിലും അതിന് നമ്മളുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ പറഞ്ഞില്ല, അറിഞ്ഞില്ല, കേട്ടില്ല എന്നൊരാൾ വരരുത്. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. അതുകൊണ്ട് 10 കൽപ്പനകളിൽ നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. രണ്ടാമത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇത് 2 പ്രധാന കൽപ്പനയാണ്. ഇവയിൽ വലുതായി വേറൊന്നുമില്ല. നീ കൊല ചെയ്യരുത്, നീ വിശുദ്ധ നാളിനെ ഓർക്കണം, നീ വ്യഭിചാരം ചെയ്യരുത്, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അരുത് അരുത് അരുതെന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രമാണ് തിരിച്ചു പറയുന്നത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനയാണത്. അത് ചെയ്തേ പറ്റൂ. അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കൂടപ്പിറപ്പുകൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാവും. അപ്പനും അമ്മയും നിലത്തെറിയുന്ന മക്കളുണ്ട്, കിണറ്റിലിടുന്ന മക്കളുണ്ട്. ഇതൊക്കെ സംഭവിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്, പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ഒരു ദൈവമുണ്ട്. മറക്കാത്ത ഒരു ദൈവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ലോക ജീവിതത്തിൽ ഒരു മരുഭൂമിയിലെ ശബ്ദമായി മാറുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, മരുഭൂമിയിലെ ശബ്ദമായി യോഹന്നാൻ സ്നാപകനെ പോലെ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൽപ്പ്, ശക്തി, കൃപ ഈ വചനം കണ്ട കേട്ട പറഞ്ഞ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ലഭിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.